നടക്കില്ല. ഈ SIT ഈ നാടകം 2 മാസം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് 4 മാസം എടുത്തു. 4 മാസം കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ നടക്കുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കൊള്ളയിലൊരു ആക്ടർ അയാളെ പുറത്താക്കുന്നു. ഇതിൻ്റെ പിന്നിൽ എന്താണ്? ഇത് സെപ്റ്റംബർ എൻഡിൽ പുറത്തു വന്ന ഈ കൊള്ള പുറത്തു വന്ന ഉടനെ എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്ററിൻ്റെ കീഴിലാണ് SIT. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇതൊരു വീഴ്ചയാണെന്ന്. അപ്പോൾ ആഭ്യന്തരമന്ത്രി ഒരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ SITക്ക് ധൈര്യം ഉണ്ടാവോ അത് വീഴ്ചയല്ല എന്ന് പറയാൻ? അത് ഞാൻ ഒക്ടോബർ 3 എൻ്റെ ഒന്ന് ട്രാൻസ്ക്രിപ്റ്റ് വായിക്കും. ഞാൻ പറഞ്ഞതാണ്. കാരണം ഞാനിത് കണ്ടതാണ്. കോൺഗ്രസിൻ്റെ സമയത്ത് 2G സ്കാം നടന്നപ്പോൾ ഞാനത് എക്സ്പോസ് ചെയ്തപ്പോൾ കപിൽ സിബൽ വന്ന് പറഞ്ഞു 0 ലോസ്. എന്നിട്ട് അവരൊരു CBI കേസ് ഫയൽ ചെയ്തു, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ. ആ കേസിനെ അവർ വീക്ക്ലി പ്രോസിക്യൂട്ട് ചെയ്തു. രാജയ്ക്ക് എക്വിറ്റൽ കിട്ടി. അതല്ല ഇത് നടക്കുന്നത്. കേസ് വീക്കാക്കുക. എന്താണ് കോർട്ട് പറഞ്ഞത്? നിങ്ങൾക്ക് സമയം തന്നു, നിങ്ങൾ കേസ് കറക്റ്റായിട്ട് ഫയൽ ചെയ്യില്ല, അപ്പോൾ ഇയാൾക്ക് ബെയിൽ കൊടുക്കുന്നു. ഇത് ഒരു ഗൂഢാലോചനയാണെന്ന് ഞാൻ ഒക്ടോബർ 3 മുതൽ പറയുന്ന കാര്യമാണ്. ഇതിൽ നീതിയും ഇതിൻ്റെ പിന്നിൽ ആരാണ്, ഏത് രാഷ്ട്രീയക്കാരാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഇന്ത്യൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞ ഒരു വെല്ലുവിളി മുഖ്യമന്ത്രിക്ക്, നിങ്ങൾക്കൊരു സിൻസിയറായിട്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ തന്നെ ഈ കേസിന് CBI റെഫർ ചെയ്യൂ.